ശ്രീജ, ഈ വൃന്ദവാദ്യം ടീമാണുള്ളത്. ഇത് എവിടെ നിന്നാണ് ഇവർ വരുന്നതെന്നൊക്കെ ചോദിക്കാം. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? മലപ്പുറം. ഏത് സ്കൂളാണ്? PKM. മലപ്പുറത്തിന്റെ ചുണക്കുട്ടികളാണ് ഇവിടെ വൃന്ദവാദ്യം വായിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഇതിലൊരു പെൺകുട്ടിയും കൂടി ഉണ്ട് കേട്ടോ, പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇത്രയും ചേട്ടന്മാരുടെ കൂടെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട്. മോളുടെ പേരെന്താ? ആവണി. ഇത് ആദ്യമായിട്ടാണോ മത്സരിക്കുന്നത്? ആദ്യമായിട്ട് മത്സരിക്കാനോട്ടോ. റിസൾട്ട് വന്നോ? ആദ്യമായിട്ട് മത്സരിച്ച് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളാണ്. നമുക്ക് ഏതായാലും അവരുടെ ഈ പ്രകടനം ഒന്ന് കാണാം. അതിനു വേണ്ടിയാണ് സ്റ്റേജിൽ ശ്രീജ അടക്കം കാത്തിരിക്കുന്നത് നമുക്ക് അറിയാം. ഏതായാലും ആ പെർഫോമൻസ് കാണാം. ഓക്കെ, തുടങ്ങിക്കോ. അശ്വതി ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന പോലെ ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് കലോത്സവത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇതെന്ന് പറയുന്നത് വൃന്ദവാദ്യമാണ്. നാടകവും വൃന്ദവാദ്യം ഒക്കെ, അതിൽ വൃന്ദവാദ്യമാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. അതെനിക്ക് നേരിട്ട് പോയി കാണാനായിട്ട്, വേദിയിലേക്ക് പോകാൻ സാധിച്ചില്ല, ഇവിടെ കാണാനായിട്ട് സാധിച്ചു. ശ്രീജ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാ പാട്ട് കേൾക്കണം എന്നുണ്ട് അവർക്ക്. അവർ റെഡിയാണോ എന്ന് അറിയില്ല. അശ്വതി പറഞ്ഞതുപോലെ എന്താണ്, ഓരോന്നിനും ഓരോ വൈബാണല്ലേ. ഓരോരോ ഇനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ അതാണോ ഇതാണോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ തോന്നും. ശരിക്കും എല്ലാം പിള്ളേർ ഒന്നിനൊന്നിനും മികച്ചതാണല്ലേ. ഗംഭീര പ്രകടനമാണ്. നമുക്ക് എന്തായാലും സിനിമാ പാട്ട് കൂടെ കിട്ടോ?
തീർച്ചയായും ഇതിൽ ഒരേ ഒരു പെൺകുട്ടി ഈ ഗ്രൂപ്പിലുള്ള ഇതിൽ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ, ഒരു കീബോർഡിസ്റ്റും കൂടി ഉണ്ട് ആക്ച്വലി. വേറെ ഇല്ലല്ലേ? ശരി ശരി, ഒരു ഇൻസ്ട്രുമെൻ്റ് കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പെൺകുട്ടിയാണ് ഇന്ന് നമുക്ക് വേണ്ടി പാട്ട് പാടുന്നത്. മോളുടെ എന്നാൽ അതുകൊണ്ട് പാടിയിട്ട് വരാം. പാട്ട് പാടും കേട്ടോ, പാടിക്കോ. കുറച്ചോളൂ കേട്ടോ. निसा गरी सा निसा गा म पा म प गा म रे सा निसा गरी सा निसा आंधे बन के आया हूँ मेरा हासिल अभी अय्याश है ना तो कारवां की तलाश है ना तो कारवां की तलाश है ना तो हम सफ़र की तलाश है ना तो कारवां की तलाश है. അപ്പോൾ മൾട്ടി ടാലൻറ്റഡ് ആണ് കുട്ടികളൊക്കെ തന്നെ. വളരെ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് പാടിയത്. ഏതായാലും ഗംഭീരമായിരുന്നു. ശ്രീജ, എന്ത് തോന്നുന്നു? കുട്ടികളൊക്കെ വലിയ കഴിവുള്ളവരാണ്, മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ ഈ പവലിയനിലോട്ട് ഓടിയെത്തുന്നത് അല്ലേ?